ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയും ചേർന്നിട്ട് രേവതിയുടെ പൂക്കച്ചവടം എല്ലാം നിർത്തിക്കുന്നുണ്ടല്ലേ. എന്നാൽ സച്ചി ഇതുകൊണ്ടും തോറ്റു പിന്മാറുന്നില്ല. രേവതിയുടെ വിഷമം മനസ്സിലാക്കുന്ന സച്ചി രേവതിക്ക് വേണ്ടി ഒരു മൊബൈൽ ഫ്ലവർ ഷോപ്പ് തന്നെ ഏർപ്പാടാക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയൊക്കെ അഹങ്കാരത്തിന് അതിലൂടെ നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രേവതിയുടെ പൂക്കട കോർപ്പറേഷൻകാരെ എടുത്തുകൊണ്ട് പോയ പിറ്റേ ദിവസം തന്നെ രേവതിക്കായിട്ട് സച്ചി ഒരു സ്കൂട്ടർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്കൂട്ടർ ഷോപ്പിലെത്തി രേവതിയെ കോൾ ചെയ്യാണ് സച്ചി. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊക്കെ. എന്നാൽ രേവതി വിചാരിക്കും തനിക്ക് വല്ല സാരിയോ മറ്റോ എടുത്തു തരാൻ വേണ്ടിയായിരിക്കും ഇഷ്ടപ്പെട്ട കളറൊക്കെ സച്ചിയേട്ടൻ ചോദിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ സാരി ഒന്നും വേണ്ടെന്നും വേഗം വീട്ടിലേക്ക് വന്നിട്ടേ ഊണ് കഴിക്കാൻ നോക്ക്, ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ്. എന്നാൽ സച്ചി പിന്നെയും ചോദിക്കും നിനക്ക് ഇഷ്ടപ്പെട്ട കളർ പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴും രേവതി പറയുന്നത് ഇങ്ങനെയാണ്, വേണ്ട സച്ചിയേട്ടാ, എനിക്കിപ്പോ സാരിയൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ കാലത്ത് മുതലേ അമ്മ വീട്ടുജോലി ചെയ്യാത്തതിൽ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ സാരിയും കൂടെ വാങ്ങി തന്നാല് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവൾക്ക് പുതിയ സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നും പറഞ്ഞ് അമ്മ എന്നെ തന്നെയായിരിക്കും വഴക്ക് പറയാൻ പോകുന്നത്. അതുകൊണ്ടേ സാരി ഒന്നും വേണ്ട, സച്ചിയേട്ടൻ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ നോക്ക്. എന്നാൽ ഞാൻ ചോദിച്ചതിന് നീ മറുപടി തന്നാൽ മാത്രമേ ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് സച്ചി കടുംപിടുത്തം പിടിക്കുകയാണ്. അങ്ങനെ രേവതി അവസാനം എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ്, എങ്കിലും കുറച്ച് കൂടുതൽ ഇഷ്ടം റെഡ് കളറിനോടാണ് എന്ന് സച്ചിയോടായിട്ട് പറയുമ്പോൾ അത് കേട്ട് സച്ചി റെഡ് കളറിലുള്ള ഒരു സ്കൂട്ടർ തന്നെ രേവതിക്കായിട്ട് മേടിക്കുകയാണ്. അതും വാങ്ങിച്ച് വീട്ടിലെത്തിയതിനു ശേഷം എല്ലാവരെയും ഫോൺ ചെയ്ത് മുറ്റത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ് കേട്ടോ സച്ചി. എല്ലാവരും വന്നപ്പോൾ സച്ചി ഗേറ്റ് പൂട്ടി അതിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവൻ എന്ത് കാണിക്കാനാ എല്ലാവരോടും വരാൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചന്ദ്ര ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ ശ്രുതിയാണെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട് ഇതെന്താ സ്കൂൾ സ്റ്റുഡൻസിനെ നിർത്തിയിരിക്കുന്നത് പോലെ എല്ലാവരോടും വന്ന് നിൽക്കാനൊക്കെ പറയുന്നതെന്ന്. ആ സമയം നമ്മുടെ സച്ചി രേവതിയെ നോക്കി പറയാണ്, രേവതി ഞാനിപ്പതേ ഒരു സംഭവമേ ഓപ്പൺ ചെയ്യാൻ പോവുക. അത് കേട്ട് വർഷ ഷോറൂം വല്ലതും ഓപ്പണിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, ആര് ഇവനോ, കാലത്തൊരു കട എടുത്തുകൊണ്ട് പോയതേ ഉള്ളൂ, പിന്നെയല്ലേ ഇനി ഒരു പുതിയ കട തുടങ്ങാൻ. എന്നാൽ ചന്ദ്രമതിയെയും ശ്രുതിയെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് സച്ചി വണ്ടി ഓപ്പൺ ചെയ്യാണ്. രേവതിയുടെയും സച്ചിയുടെയും ആദ്യ പേരുകള് കാറിൽ ഒട്ടിച്ചു വെച്ചതുപോലെ അതിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് സച്ചി. ശേഷം സച്ചി എല്ലാവരും കേൾക്കെ പറയാണ് രേവതി സ്വന്തം കാലിൽ നിന്ന് വിജയിക്കാൻ ഒരു കട വെച്ചു കൊടുത്തത്. എന്നാൽ അവളുടെ വളർച്ച കണ്ട് ചിലരുടെ കണ്ണിന് തീരെ പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ചിലര് പാര പണിത് ആ കട അങ്ങോട്ട് പൂട്ടിച്ചത്. അത് പോയതിന്റെ ദുഃഖം രേവതിക്ക് എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ വെറുതെ വീട്ടിലിരിക്കേണ്ടവളൊന്നുമല്ല എന്റെ രേവതി, ഓടിച്ചാടി നടക്കേണ്ടവളാ. ചുമ്മാ വീട്ടിലിരിക്കാൻ ഇവൾക്ക് അറിയുകയില്ല. ഇവിടെ ചിലര് കാശ് സമ്പാദിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ രേവതി ഉണ്ടല്ലോ, അവളെ കുഞ്ഞുനാള് മുതലേ സമ്പാദിക്കാൻ തുടങ്ങിയതാ എന്നെല്ലാം ചന്ദ്രമതിയും ശ്രുതിയെയും നോക്കിയൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അതേടാ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, പക്ഷെ ഇപ്പൊ നീ എന്തിനാ ഈ വണ്ടി വാങ്ങിച്ചത് എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് ഇന്നു മുതൽ ഇതാണ് അച്ഛാ പുതിയ ഫ്ലവർ ഷോപ്പ് എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് രവീന്ദ്രന്. ഇത് മൊബൈൽ ഫ്ലവർ ഷോപ്പ് അച്ഛാ. ഈ സ്കൂട്ടിയുടെ ബാക്കിൽ നിറയെ ഫ്ലവർ വെച്ച് എവിടേക്ക് വേണമെങ്കിലും എന്റെ രേവതിക്ക് കൊണ്ടുപോവാം. ഈ ബോക്സില് എത്ര ഫ്ലവർ വേണമെങ്കിലും രേവതിക്ക് വെക്കാം. ശേഷം രേവതിയോട് വണ്ടി ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പൊ രേവതി പറയും എന്തിനാ സച്ചിയേട്ടാ ഇപ്പൊ അനാവശ്യമായിട്ട് കാശൊക്കെ കളഞ്ഞ് വണ്ടിയൊക്കെ വാങ്ങിച്ചത്. അപ്പൊ സച്ചി രേവതിയോട് ചോദിക്കും നീ നിന്റെ സ്വന്തം പണം കണ്ടല്ലേ എനിക്ക് കാറ് വരെ വാങ്ങിച്ചു തന്നത്, അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ രേവതി. സച്ചിയുടെ ആ വാക്കുകൾ കേട്ട് രേവതിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നുണ്ട്. അതേസമയം ശ്രുതി ചോദിക്കുന്നുണ്ട് സച്ചിയോട് നീ എന്നിട്ട് ഈ ഷോപ്പിന് നമ്മുടെ അമ്മയുടെ പേര് എന്തുകൊണ്ടാ കൊടുക്കാത്തതെന്ന്. അത് പിന്നെ പാർലർ ഏട്ടത്തിയുടെ പാർലറിന് അമ്മയുടെ പേര് കൊടുത്തിട്ട് എന്തായി, പാർലറിന്റെ ആ പേര് തന്നെ എടുത്തു മാറ്റേണ്ടി വന്നില്ലേ. ഫ്ലവർ ഷോപ്പിനും അമ്മയുടെ പേര് തന്നെയല്ലേ വെച്ചത്, എന്നിട്ട് കണ്ടില്ലേ കോർപ്പറേഷൻകാർ തൂക്കിക്കൊണ്ടുപോയത്. ആ പേരിന് ഒട്ടും രാശിയില്ല. അതുകൊണ്ടാ അച്ഛാ ഇതിന് ഞാൻ രേവതിയുടെ പേരും എന്റെ പേരും ചേർത്ത് വെച്ചത്. ഇതൊക്കെ കേട്ട് ദേഷ്യം സഹിക്കാനാവാതെ നിൽക്കാണ് കേട്ടോ ചന്ദ്രമതി. വർഷയാണെങ്കിലും സച്ചിയോട് പറയുന്നുണ്ട് ഈ ഐഡിയ ഉഗ്രനായിട്ടുണ്ടെന്നും ഈ ഫ്ലവർ ഷോപ്പ് ഏട്ടത്തിക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാമല്ലോ, മാത്രമല്ല എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ആരും ഇനി ഇതിനെ ചൊല്ലി ഒന്നും പറയാൻ വരില്ല. പിന്നെ വീണ്ടും ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതിൽ കൺഗ്രാറ്റ്സ് ഏട്ടത്തി എന്നും പറഞ്ഞ് വർഷ രേവതിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. തുടർന്ന് സച്ചി അച്ഛന്റെയും അമ്മയുടെയും കൈകൊണ്ട് തന്നെ രേവതിക്ക് താക്കോല് കൊടുക്കണം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരികയാണ്. ശേഷം രേവതിയുടെ കയ്യിലേക്ക് അവർ രണ്ടുപേരും ആ താക്കോല് കൈമാറുകയാണ്. രേവതി ആണെങ്കിൽ കാല് തൊട്ട്
അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് അതിലേക്ക് കയറാൻ നോക്കുമ്പോൾ ഇനി മേലിൽ ആരും നിന്നെ പണിയില്ലാതെ ചുമ്മാ വീട്ടിലിരിക്കുന്നവളാണെന്ന് കുറ്റം പറയാൻ വരില്ലെന്നും നീ ധൈര്യമായിട്ട് വണ്ടിയെടുത്ത് ഓടിക്കാനും പറഞ്ഞ് രേവതിക്ക് പൂർണ്ണ പിന്തുണയും കൊടുക്കുന്നുണ്ട് സച്ചി. ചന്ദ്രയും ശ്രുതിയും ഒക്കെ ഇത് കണ്ടിട്ട് ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്നുണ്ട്. രേവതിയാണെങ്കിൽ സച്ചിയോടും കൂടെ ബാക്കിൽ കയറാൻ പറഞ്ഞ് സച്ചിയും കൂടെ വണ്ടിയിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. രേവതി വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നീ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയെ അഭിനന്ദിക്കാനും മറക്കുന്നില്ല. അതേസമയം ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ ശ്രുതി. നീ സച്ചിയെ കണ്ടില്ലേ, അവന്റെ രേവതിക്ക് ഫ്ലവർ ഷോപ്പ് വരെ ഇട്ടുകൊടുത്തു. അവന് വേണ്ടി രേവതിയാണെങ്കിൽ സ്വന്തം പണത്തിന് കാറ് വരെ വാങ്ങിക്കൊടുത്തു. ശ്രീകാന്ത് ആണെങ്കിലും വർഷയാണെങ്കിലും ജോലിക്ക് പോയിട്ട് നന്നായിട്ട് കാശ് സമ്പാദിക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിലും വൈകാതെ കാറ് വരെ വാങ്ങും. അവരുടെയൊക്കെ ലൈഫിൽ എല്ലാം നടക്കുന്നുണ്ട് ശ്രുതി. എന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരാ ഉള്ളത്? ഇതെല്ലാം കേട്ട് ശ്രുതി ആണെങ്കിലും പറയുന്നുണ്ട്, ശ്രുതി നീ പറഞ്ഞത് ശരിയാ, അവരുടെ എല്ലാം ലൈഫിൽ എല്ലാം നടക്കുന്നുണ്ട്. അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരും ഉണ്ട്. ശ്രീകാന്ത് തന്നെ റെസ്റ്റോറന്റ് തുടങ്ങാൻ പോകുന്നത് അമ്മായിയച്ഛന്റെ പണം കൊണ്ടായിരിക്കുമല്ലോ. അല്ല, നിന്റെ അച്ഛൻ എന്നാ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുന്നേ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ എന്റെ സിറ്റുവേഷൻ നിനക്ക് അറിയില്ലേ ശ്രുതി? എന്റെ അച്ഛൻ എപ്പോ ഇറങ്ങുന്നെന്ന് എനിക്ക് പോലും അറിയില്ല. നിനക്ക് എന്നെക്കാളും വലുത് എന്റെ അച്ഛന്റെ പണമായിരുന്നു അല്ലേ? അല്ല, ഇനി അത് കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ പോലെ മാരേജ് ചെയ്തത്? അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അച്ഛനെ പറ്റി തന്നെ ചോദിക്കുന്നത്? ആദ്യം നീ അത് സ്റ്റോപ്പ് ചെയ്യ്. അങ്കിള് തന്ന 50 ലക്ഷം രൂപ നീ കൊണ്ടുപോയി തൊലച്ചു. ആദ്യം അത് തിരിച്ചു പിടിക്കാൻ നോക്ക്. ശ്രുതിയുടെ കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ട് ശ്രുതിക്കാണെങ്കിലും സങ്കടമാവുന്നുണ്ട്. അതോടൊപ്പം ചോദിക്കുന്നുണ്ട്, ഇനി ആ പണം എങ്ങനെ തിരിച്ചു പിടിക്കാനാ? അതും കൊണ്ട് ഒരുത്തി കടന്നു കളഞ്ഞില്ലേ കാനഡയിലേക്ക്. ഇപ്പോഴാണ് ശ്രുതി ആ പെണ്ണിന്റെ പേര് എന്താണെന്ന് ചോദിക്കുന്നത് ശ്രുതിയോട്. നീലിമയെന്നാണ് ശ്രുതി പറഞ്ഞു കൊടുക്കുമ്പോ ആ നീലിമയാണ് ഇപ്പൊ നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു മാർഗം. എങ്ങനെയെങ്കിലും നമുക്ക് അവളെ കണ്ടുപിടിച്ച് അവൾ എടുത്തുകൊണ്ട് പോയ പണം ഉണ്ടല്ലോ അത് നമുക്ക് തിരികെ വാങ്ങണം ശ്രുതി. അവള് കാനഡയിൽ എവിടെയാണ് പോയതെന്ന് കണ്ടുപിടിക്കണം ആദ്യം. ഏജൻസി മാർഗമായിരിക്കുമല്ലോ അവൾ പോയിരിക്കുന്നത്. നമുക്ക് ആ ഏജൻസിയിൽ പോയിട്ട് അവളെ പറ്റി ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും അവളുടെ അഡ്രസ്സ് കിട്ടാതിരിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് ഏജൻസിയിലോട്ട് പോവാണ് കേട്ടോ. ഇതിനിടയിൽ ശ്രുതി നീലിമയുടെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് അത് കാണുമ്പോൾ ദേഷ്യവും വരുന്നുണ്ട്. അതോടൊപ്പം ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ ഇത്രയും കാലം അവളുടെ ഫോട്ടോ മൊബൈലിലും വെച്ചുകൊണ്ട് നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഏജൻസിയിൽ ആ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നീലിമയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ശ്രുതി ആവശ്യപ്പെടുമ്പോൾ ഏജൻസിക്കാർ പറയുന്നുണ്ട്, സോറി, കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പാടില്ലെന്ന് നിയമം ഉണ്ടെന്ന്. ഇതിനിടയ്ക്ക് ശ്രുതി പല കള്ളത്തരങ്ങളും പറഞ്ഞ് നീലിമയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് മേടിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. കാലത്ത് അവളുടെ മുത്തശ്ശി മരിച്ചെന്നും അതുകൊണ്ട് തന്നെ അക്കാര്യം അവളെ ഇൻഫോം ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ അവളുടെ അഡ്രസ് ഇല്ല. അവൾ എവിടെയാണുള്ളത് ആ സ്ഥലമെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറയുമ്പോഴും ഏജൻസിക്കാർ അതിന് സമ്മതിക്കുന്നില്ല. അവരെ നിരാശരാക്കി പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പണം കിട്ടാൻ ഇനി ആ നീലിമയെ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോ നീ വിഷമിക്കണ്ടെന്ന്. അവൾ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ എന്തായാലും പെടും. നമുക്ക് അവളുടെ കയ്യിൽ നിന്ന് അന്ന് എന്തായാലും കാശ് മേടിച്ചെടുക്കാനും പറ്റും. അതിനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാന്നും പറഞ്ഞ് ശ്രുതിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ശ്രുതി. അതിനുശേഷം കാണിക്കുന്നത് നീലിമ കാനഡയിൽ നിന്ന് കേരളത്തിലോട്ട് എത്തുകയാണ്. എയർപോർട്ടിൽ നിന്നും വരുമ്പോൾ സച്ചിയുടെ കാറിലാണ് നീലിമ സഞ്ചരിക്കുന്നത്. കാറിലിരുന്നു കൊണ്ട് ശ്രുതിയുമൊത്തുള്ള പഴയ നിമിഷങ്ങളൊക്കെ നീലിമ ആലോചിക്കുന്നുണ്ട്. ശ്രുതിയുടെ ഫോട്ടോയിൽ നോക്കി ചിരിക്കുന്നുണ്ട്. സച്ചിയുടെ കാറിലിരുന്നു കൊണ്ട് നീലിമ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീലിമയോട്, ഏത് നാട്ടിൽ നിന്നാണ് മാഡം വരുന്നതെന്ന്. കാനഡ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ സച്ചി പറയും, ഓ നിങ്ങളും അവിടെ നിന്നാണോ? ചിലരെ ഇവിടുന്ന് കാനഡയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക, നിങ്ങളിതാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഉടനെ നീലിമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാനഡയിൽ പോകണമെന്ന്. അപ്പൊ സച്ചി പറയും, അയ്യോ മാഡം, ഞാൻ എന്തിനാ മാഡം അങ്ങോട്ടൊക്കെ പോകുന്നേ? ഞാൻ പറഞ്ഞതേ എന്റെ വീട്ടിലൊരുത്തനുണ്ട്, അവനാണെങ്കിൽ കാനഡയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുക. അല്ല, ആ നാട് എങ്ങനെയാ, കൊള്ളാവോ? യെസ്, വെരി ബ്യൂട്ടിഫുൾ കൺട്രി എന്ന് നീലിമ മറുപടി കൊടുക്കുന്നു. അല്ല മാഡം എന്ത് ജോലി അവിടെ ചെയ്യുന്നേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നത് കേട്ടിട്ട്, എനിക്ക് അവിടെ ഒരു ബിസിനസ് ആണെന്നും പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ വന്നത് എനിക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങാനുണ്ടെന്നും അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണെന്നും നാളെ തന്നെ രജിസ്ട്രേഷൻ ഓഫീസിൽ പോകണമെന്നും ഒക്കെ നീലിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചിക്ക്. ശേഷം സച്ചിയോട് തന്നെ നാളെ എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് നീലിമ ചോദിക്കുമ്പോൾ പോകാമെന്നും എപ്പോഴാണ് വരേണ്ടതെന്ന് വെച്ചാൽ എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതിയെന്നും സച്ചി അറിയിക്കുന്നുണ്ട്. പിന്നീട് പല കാര്യങ്ങളും സച്ചി അവരോട് ചോദിക്കുന്നുണ്ട് നീലിമയോട്. കാനഡയിലോട്ട് പോകാനൊക്കെ ഒരുപാട് കാശ് ചെലവാകുമെന്നും വീട്ടിൽ ഒരുത്തൻ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞ് 14 ലക്ഷം
ലക്ഷം രൂപയൊക്കെ ചോദിച്ചിരിക്കുക. അത്രയും പണത്തിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുമ്പോൾ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് നീലിമ സച്ചിയോട്. ശേഷം ഇനി എവിടേക്കാണ് പോകേണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോൾ എന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ ആ വഴിയെല്ലാം നീലിമ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് അങ്ങോട്ട് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ നീലിമ തന്നെയാണ് സുധിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപയും വാങ്ങി അവനെ പറ്റിച്ച് നാട് വിട്ടതെന്നുള്ള ഒരു കാര്യവും. എന്തായാലും അത്തരത്തിലുള്ള രസകരമായ എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്